വഖാൻ എന്ന അതിമനോഹരമായ ഗ്രാമം. ഫലവൃക്ഷങ്ങളാൽ കായ്ക്കനികളാൽ സമ്പന്നമായ മലമുകളിലെ തനത് ഒമാനി ഗ്രാമം വഖാൻ സഞ്ചാരികളുടെ പറുദീസയാണ്. നഖലിലെത്തുമ്പോഴേ വഖാനിലേക്കുള്ള സഞ്ചാരികളുടെ കുതിപ്പിന് വേഗതയേറും. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട നഖലിൻ്റെ സൗന്ദര്യം ഒപ്പിയെടുക്കുന്ന സഞ്ചാരികൾക്ക് പര്യവേക്ഷണത്തിൻ്റെ അടുത്ത ഘട്ടം തുടങ്ങുന്നത് വഖാനിൽ നിന്നാണ്. മലമുകളിലെ ഗ്രാമത്തിന് തൊട്ടുതാഴെ സഞ്ചാരികളെ വരവേൽക്കാനായി സ്വദേശികളുടെ നീണ്ട നിര തന്നെയുണ്ടാവും. ഗ്രാമത്തിലേക്കുള്ള സാഹസിക യാത്ര തുടരണമെങ്കിൽ സ്വദേശികളെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും ഉചിതം. മലനിരകളൊക്കെ കടന്ന് നമ്മളങ്ങനെ വളരെ സാഹസികമായ ഒരു യാത്രയ്ക്ക് ശേഷം വഖാൻ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിറയെ പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വഖാൻ വില്ലേജ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ആപ്രിക്കോട്ട്, പീച്ച്, മാതളനാരകം തുടങ്ങിയ ഫലങ്ങളാണ് ഇവിടെ വഖാനിൽ കൃഷി ചെയ്യപ്പെടുന്നത്. ഇവിടുത്തെ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ജലസ്രോതസ്സുകൾ ഇവിടെ തന്നെയുണ്ട്. അതിന് ഫലജ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് വഖാൻ ഗ്രാമത്തിലുള്ളത്. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് നമസ്കരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. തദ്ദേശീയരായിട്ടുള്ള ഇവിടുത്തെ കർഷകർ ഒരുപാട് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ച് പരിപാലിച്ച് പോരുന്നുണ്ട്. അപ്പോൾ അത് ഒരിക്കലും തന്നെ നമ്മൾ പറിക്കാനോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാനോ പാടില്ല എന്നുള്ളത് വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ഇവിടുത്തെ ഗ്രാമീണരുടെ. ഈ ഗ്രാമത്തിൻ്റെ യഥാർത്ഥ ഭംഗി എന്താണെന്ന് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ പടികളൊക്കെ കയറി ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തേണ്ടതുണ്ട്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളൊക്കെ നേരിടാനുള്ള സാധ്യതയാണ്. അപ്പോൾ വെള്ളം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ കരുതിയിട്ട് വേണം എല്ലാവരും വഖാൻ വില്ലേജിൽ എത്താൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും പിന്നെ ഈ സമയത്ത് നമ്മുടെ ചെറി ബ്ലോസം വിരിയുന്ന സമയമാണ്. പക്ഷേ ഞങ്ങളിവിടെ എത്തിയപ്പോൾ അൺഫോർച്യുനേറ്റ്ലി സീസൺ കഴിഞ്ഞു. അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ്. നോർമലി 4 വീൽ ഡ്രൈവ് ഇല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വണ്ടി വേണം. ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്ക് കാണാം ഒരേ ഇതിൽ തന്നെ ഗ്രീനറിയും മൗണ്ടൻസും ക്ലൗഡ്സും എല്ലാം കിട്ടും. അപ്പോൾ അതൊരു നേച്ചറിൻ്റെ ഒരു എന്താ പറയുക, പലതരത്തിലുള്ള കളേഴ്സും അതിൻ്റെ ഭംഗിയെല്ലാം നമുക്ക് ഒറ്റ ഇതിൽ ഒപ്പിയെടുക്കാൻ പറ്റും. അങ്ങനെ വഖാൻ വില്ലേജിൽ നമ്മൾ ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ കയറി വന്ന് ഏകദേശം ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്താനായി. ഇനി നമുക്ക് എത്താനുള്ളത് ഇതാ ആ കാണുന്ന സ്ഥലത്താണ് ഇനി നമുക്ക് എത്താനുള്ളത്. ഇവിടെ എത്തിയപ്പോഴുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് നല്ല തണുത്ത കാറ്റും ഒരു ഇളം വെയിലും ഒരു ഇളം തണുപ്പൊക്കെ അനുഭവപ്പെടുന്ന ഒരു നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 700 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് നമ്മൾ മുമ്പ് വായിച്ചറിഞ്ഞിട്ടുള്ളത്. പക്ഷേ 700 സ്റ്റെപ്സ് എന്നല്ല, അതിൽ കൂടുതലുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. It was really adventurous. I mean, the roads over there, it was quite scary, but it's adventurous. It's good for like one time for me because it's too hectic like coming up, and the weather is awesome. Everything is, it's amazing weather, all this waterfall, this everything is good. സോറിന്ന് വരുന്നത് നല്ല അടിപൊളി ഡ്രൈവിംഗ് ആയിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു ഓഫ് റോഡ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു വ്യൂ കയറി ഇതിൻ്റെ മുകളിലെത്തിയപ്പോൾ വളരെ നമുക്ക് അമേസിങ് വ്യൂ ആണ്. മലയുടെ മുകളിലൊരു വില്ലേജ് എന്ന് പറയുന്നത് നമുക്ക് നാട്ടിലൊന്നും ഉള്ളൊരു സംഭവമല്ല. ഇവരെങ്ങനെ ഈ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ട് ഇത്ര സ്റ്റെപ്പൊക്കെ കിട്ടുന്നുള്ള ഒരു അതിശയം തന്നെയാണ് നമുക്ക്. Amazing, very nice. I wish everybody can come and see it. Weather is also very good weather for hiking. Not very cold, not very warm. വഖാൻ വില്ലേജിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് താഴോട്ട് കാണുന്ന കാഴ്ച വളരെ മനോഹരവുമാണ്, എന്നാൽ പേടിപ്പെടുത്തുന്നതാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.